മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനോ വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനായിട്ട് ഒരുങ്ങുന്ന നമ്മൾ 6-ാം ദിവസമായ ഇന്ന് യേശുക്രിസ്തു ലോകത്തിന് മുഴുവനുമായി നൽകുന്ന രക്ഷയുടെ അനുഭവത്തിൽ പങ്കുകാരാകുന്ന സമർപ്പിക്കപ്പെട്ട വ്യക്തികൾക്ക് നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആരാധനയ്ക്ക് നമുക്ക് വിചിന്തനത്തിന് വിധേയമാക്കാം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ യേശുവിന് വിട്ടുകൊടുത്താൽ, പിതാവായ ദൈവത്തിന് വിട്ടുകൊടുത്താൽ, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കി നമ്മൾ നടക്കേണ്ട വഴികൾ
എത്തിച്ചേരേണ്ട ലക്ഷ്യങ്ങൾ, ആരോഗ്യത്തിനായിട്ട് നമ്മൾ ഭക്ഷിക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ, ധരിക്കേണ്ട വസ്ത്രങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാമുള്ള പദ്ധതി ദൈവം ഒരുക്കി വയ്ക്കും. സമയാസമയങ്ങളിൽ ദൈവം അത് നമ്മുടെ അടുക്കൽ ആവശ്യാനുസരണം എത്തിച്ചു തരും. ഇത് ബൈബിൾ ചരിത്രത്തിലുടനീളം ദൈവഹിതത്തിന് സമർപ്പിക്കപ്പെട്ട വ്യക്തികൾക്ക് ദൈവം നൽകുന്ന സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. ഇസ്രായേൽ ജനത്തെ പെസഹ ഭക്ഷിച്ച ശേഷം ഈജിപ്തിനോട് വിട പറഞ്ഞ് ഇറക്കിക്കൊണ്ടുപോരുന്ന സമയത്ത് അവിടെ അവർക്ക് കരുതി വെച്ചതൊന്നും കൂടെ കൊണ്ടുപോരാൻ സമയമില്ലായിരുന്നു. അതിനുള്ള ഒരുക്കത്തിൻ്റെ സമയവുമില്ലായിരുന്നു. മോശയെ തിരഞ്ഞെടുത്ത് ദൈവം അരുൾ ചെയ്തത്, മോശ ഓരോ ഗോത്രത്തിലെയും മൂപ്പന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഗോത്രങ്ങളുടെ വീടുകളിൽ ചെന്ന് ഇന്ന് രാത്രി പെസഹ ഭക്ഷണം കഴിച്ചിട്ട് തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് പോകാൻ തിടുക്കത്തിൽ ഇറങ്ങണം എന്നുള്ള വാർത്ത അവരെ അറിയിക്കണം. പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 38-ാം തിരുവചനം. ഇതര വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ജനസമൂഹവും 6 ലക്ഷം വരുന്ന പുരുഷന്മാരും കൂടാതെ സ്ത്രീകളും കുട്ടികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവരിൽ ചിലർ കുറച്ച് കന്നുകാലിയെ കൂടി കൂട്ടത്തിൽ കൊണ്ടുപോയിരുന്നു, ആടുമാടുകളെയും. അവരുടെ നിത്യോപയോഗ സാധനങ്ങളായ മരുന്നോ ലേപനങ്ങളോ ഒന്നും കൈവശമെടുക്കാനായിട്ട് അവർക്കായില്ല. അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങളൊന്നും കരുതുവാനായിട്ട് സമയമില്ലായിരുന്നു. 2.5 ദിവസത്തെ വഴി പിന്നിട്ട സമയത്ത് പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ വായിക്കുന്നു, അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു. ആ മരുഭൂമിയിലൂടെ 3 ദിവസം അവർ യാത്ര ചെയ്തിട്ടും അവർക്ക് വെള്ളം കണ്ടെത്താനായില്ല. മാറ എന്ന ഒരു സ്ഥലത്ത് അവരെത്തിച്ചേർന്നു. ഈ 3.5 ദിവസത്തെ വഴി പിന്നിട്ടുവെങ്കിലും അവർക്ക് ദാഹമുണ്ടായിരുന്നില്ല. എങ്കിലും നിത്യജീവിതത്തിൽ ജലം ആവശ്യമായിരുന്നതുകൊണ്ട് ഞങ്ങൾ എന്തു കുടിക്കും എന്ന് ഇടയ്ക്കിടെ മോശയോട് അവർ ചോദിച്ചുകൊണ്ടിരുന്നു. മനുഷ്യൻ എപ്പോഴും അവൻ്റെ അനുദിന ജീവിതത്തിൽ തഴങ്ങി വന്നിട്ടുള്ള കാര്യങ്ങൾ അനുവർത്തിക്കപ്പെടാനുള്ള വലിയ ഒരു ആഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ട്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ജലം ഞങ്ങൾക്ക് കിട്ടുമോ? അത് അവരുടെ ഒരു ആശങ്കയായിരുന്നു. അവിടെ ഒരു ചെറിയ ഒരു കുളത്തിൽ മാറായിൽ വെള്ളം കണ്ടെത്തി. അവരത് രുചിച്ചു നോക്കിയപ്പോൾ കയ്പായിരുന്നു. ചെങ്കടലിൽ അടിക്കാനായിട്ട് ദൈവം കൈമാറിയ ആ വടി കൊണ്ട് മോശയെ അടിച്ചപ്പോൾ അത് മധുരിക്കുന്നതായി മാറി. പിന്നീട് അവർക്കുള്ള ഒരാകുലത, മുന്നോട്ടുള്ള യാത്രയിൽ രോഗങ്ങൾ വന്നാൽ നമ്മൾ എന്തു ചെയ്യും? വീടുകളിൽ കരുതി വെച്ചിരുന്ന മരുന്നോ വൈദ്യന്മാരോ ലേപനങ്ങളോ നമ്മുടെ കയ്യിലില്ല. അതിനെക്കുറിച്ചുള്ള ആവലാതികൾ ഉയർന്നപ്പോൾ ദൈവം അവർക്ക് ഇങ്ങനെ വെളിപ്പെടുത്തി. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ബൈബിൾ ചരിത്രത്തിൽ ആദ്യമായി ദൈവം വൈദ്യനാണ്, സുഖപ്പെടുത്തുന്ന ദൈവമാണ് എന്ന് ഇസ്രായേലിനോട് പറയുന്ന തിരുവചനങ്ങളാണിത്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, നീ മരുന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ട. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, മരുന്നോ ലേപനമോ അല്ല, കർത്താവിൻ്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നത്. പിന്നീട് അവർക്ക് ഭക്ഷിക്കുവാനായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ചും നിത്യോപജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവരനുവർത്തിച്ചു വരുന്നിരുന്ന മാംസ ആഹാരങ്ങളെക്കുറിച്ചുമുള്ള ആകുലതകളായിരുന്നു. ഒരു മൂടൽമഞ്ഞുള്ള ദിവസം മന്ന വർഷിച്ചു കൊടുത്ത് കാടപ്പക്ഷികളെ നൽകി
പരിപൂർണമായിട്ട് അവരുടെ വിശപ്പ് അടക്കി കൊടുക്കുവാൻ ദൈവം ഇടവരുത്തി. പിന്നീടുള്ള മരുഭൂമി യാത്രയിലുടനീളം അവർക്ക് ലഭ്യമായ ആ കാടപ്പക്ഷികളും മന്നയും അവര് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചു എന്ന് ബൈബിൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ആരും ആർത്തിയോടുകൂടി കൂടുതൽ കരുതണ്ട, മാംസം ഉണക്കി വയ്ക്കുകയും വേണ്ട. എന്നാൽ അവരിൽ ചിലർ കർത്താവിൻ്റെ ആ കൽപ്പന ലംഘിച്ച് സംഖ്യയുടെ പുസ്തകം 11:33 പാളയത്തിന് വെളിയിൽ വന്ന് ഇറച്ചി ഉണങ്ങി വെച്ചു. അവരെ തോന്നിയപ്പോഴൊക്കെ അത്യാർത്തിയോടുകൂടി അത് ഭക്ഷിച്ചതായിട്ടും ആദ്യമായിട്ട് ചെങ്കടൽ കടന്നു വന്ന ജനത്തിൻ്റെ ഇടയിൽ അവര് ആവശ്യത്തിന് മിച്ചം കഴിച്ച് മൂക്കിലൂടെ മാംസം പുറത്തു വന്നുവെന്നും അതവരുടെ മരണത്തിന് കാരണമായി തീരുന്നെന്നും അവരെ അടക്കിയ സ്ഥലത്തിന് അത്യാഗ്രഹത്തിന്റെ ശവക്കുഴി എന്ന അർത്ഥം വരുന്ന കിബ്രോത്ത് ഹത്താവ എന്ന് പേരിട്ടുവെന്നും സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം തന്റെ വചനം കൊണ്ട് നമ്മെ സുഖപ്പെടുത്തുന്നു. ശിഷ്യന്മാരോടൊപ്പം ശിമയോന്റെ പത്രോസിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അവന്റെ അമ്മായിമ്മ അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് പനിയായിരുന്നു. ദൈവം അവർക്ക് വചനം കൊണ്ട് സൗഖ്യം കൊടുത്തു. നിന്റെ പനി നിന്നെ വിട്ടുമാറട്ടെ. ശിഷ്യന്മാർ പിന്നീട് പരസ്പരം പറഞ്ഞു, എങ്ങനെയാണ് ഈ പനി വിട്ടുമാറിയത്? യേശയ്യായുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും നമ്മളുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്യും. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിൽ മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടു. ശൂനേംകാരിയായ ഒരു സ്ത്രീ അവളുടെ ഏക മകനെ കുറിച്ച് ഒരു സൗഖ്യത്തെക്കുറിച്ച് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അന്ന് അവർക്ക് പുരോഹിതനും പ്രവാചകനുമായി എലീഷ ഉണ്ടായിരുന്നു. ആ നാടിന്റെ എന്ത് ആവശ്യങ്ങളിലും ജനം ഓടിച്ചെന്നിരുന്നത് എലീഷ ആ പുരോഹിതന്റെ അടുക്കലാണ്. ഒരിക്കൽ ആ ആൺകുട്ടി തൻ്റെ അപ്പൻ പറഞ്ഞയച്ച വേലക്കാരോടൊപ്പം പാടത്ത് ജോലിസ്ഥലത്ത് ചെന്നപ്പോൾ അവന് ശക്തമായ തലവേദനയുണ്ടായി. അവനെ വീട്ടിലാക്കി അവൻ്റെ അമ്മയുടെ മടിയിൽ കിടന്ന് വേദനയ്ക്ക് ശമനമുണ്ടാകാനായിട്ട് അമ്മ അവനെ തൊട്ട് തലോടുകയാണ്. അമ്മയുടെ മടിയിൽ കിടന്ന് അവൻ മരിച്ചതായിട്ടാണ് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ വായിക്കുന്നത്. ആ ദേശത്തിന് ഒരു വൈദ്യൻ കൂടിയായിരുന്ന എലീഷയുടെ അടുക്കിലേക്ക് ഈ മരിച്ച കുഞ്ഞുമായി അമ്മ ഓടിച്ചെന്നു. 4-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എലീഷ ഒരു മുറിയിൽ കൊച്ചിനെ കിടത്തിയിട്ട് അവന്റെ ശവശരീരത്തിൽ ആ കുഞ്ഞിന്റെ കണ്ണിനോട് ചേർത്ത് എലീഷയുടെ കണ്ണും ആ കുഞ്ഞിന്റെ മൂക്കിനോട് ചേർത്ത് എലീഷയുടെ മൂക്കും അവന്റെ കൈകളോട് ചേർത്ത് തന്റെ കൈകളും വെച്ച് എലീഷയുടെ ജീവശരീരത്തിലെ ചൂട് ആ കൊച്ചിന് പകർന്നു കൊടുത്തു. അവൻ ആ മുറിയിലൂടെ വീണ്ടും എഴുന്നേറ്റ് നടന്ന് ഒരിക്കൽ കൂടി ആ കുഞ്ഞിന്റെ മേൽ കിടന്ന് അവന് ചൂട് നൽകി. ഈ സമയത്ത് 7 തവണ ഈ കുഞ്ഞ് തുമ്മി. അവൻ എഴുന്നേറ്റ് ജീവനുള്ളവനായി. ദൈവിക പുരുഷന്മാരിലൂടെ വലിയ സൗഖ്യം ദൈവം സാധ്യമാക്കുന്നുണ്ട്. യെശയ്യായുടെ പ്രവചന ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ലോകം കണ്ട ബൈബിൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ രോഗശാന്തി ഹെസക്കിയായിക്ക് സംഭവിക്കുന്നു. കാലിൽ കൊണ്ട ഒരു ചെറിയ മുള്ള് അത് വീണ്ടും പരുവായി, അത് വ്രണമായി, വലിയൊരു കുഷ്ഠമായിട്ട് കാലിൽ ഉണങ്ങാത്ത മുറിവായിട്ട് അവശേഷിക്കുന്ന സമയത്ത്
ഹെസക്കിയായുടെ രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന പ്രഗത്ഭരായ വൈദ്യന്മാരും അവര് ബന്ധമുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരിൽപ്പെട്ട രാജകൊട്ടാരങ്ങളിൽ വസിക്കാറുണ്ടായിരുന്ന സകല വൈദ്യന്മാരെയും ഹെസക്കിയായിക്ക് ശുശ്രൂഷ ചെയ്യാൻ, രോഗസൗഖ്യത്തിനായി വൈദ്യം നൽകുവാൻ ഹെസക്കിയായുടെ രാജകൊട്ടാരത്തിൽ വന്നു. അവർക്കാർക്കും അവനെ സുഖപ്പെടുത്താനോ അവന്റെ വ്രണത്തെ ഉണക്കുവാനോ ആയില്ല. ഹെസക്കിയായുടെ പ്രാർത്ഥന ശ്രവിച്ച ദൈവം അന്നത്തെ പ്രവാചകനായ യെശയ്യായോട് പറഞ്ഞു, നീ അവന്റെ അടുക്കൽ ചെല്ലണം, അത്തിയടയുണ്ടാക്കി അത് വ്രണത്തിൽ വയ്ക്കണം. യെശയ്യായുടെ പുസ്തകം 38:21. അപ്പോൾ യെശയ്യാ പറഞ്ഞു, അവൻ സുഖം പ്രാപിക്കേണ്ടതിന് ഒരു അത്തിയടയെടുത്ത് അവന്റെ പരുവിൽ വയ്ക്കുക. തൽക്ഷണം അവന്റെ വ്രണം ഉണങ്ങപ്പെട്ടതായി കാണപ്പെട്ടു. ഇത് ദൈവം നൽകുന്ന സൗഖ്യമാണ്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 15-ാം അധ്യായം. ശിഷ്യന്മാര് സുവിശേഷ പ്രഘോഷണവുമായിട്ട് ആദ്യകാല ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് ആ ശിഷ്യന്മാര് പോയിരുന്ന വഴികളിൽ ആബാലവൃത്തം ജനങ്ങൾ രോഗികളെ കിടക്കയിൽ കൊണ്ടുവന്നിട്ടു. അവരുടെ നിഴലെങ്കിലും അടിച്ചാൽ അവർക്ക് സൗഖ്യമുണ്ട് എന്ന് വിശ്വസിച്ചു. ശിഷ്യന്മാരുടെ നിഴലടിച്ചവരൊക്കെ സൗഖ്യം പ്രാപിച്ചു. അപ്പസ്തോല പ്രവർത്തനം 19:12. പൗലോസ്ലീഹ വചനപ്രഘോഷണവുമായി പലയിടങ്ങളിൽ പോയി. തൻ്റെ മുഖം തുടയ്ക്കുവാനും കൈ തുടയ്ക്കുവാനുമായി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അംഗവസ്ത്രങ്ങളും തുവാലകളും ചിലയിടങ്ങളിൽ ഇട്ടിട്ട് പോന്നു. അവന്റെ ശരീരസ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പരിപൂർണമായ ഒരു സൗഖ്യം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വ്യക്തികൾ അവശേഷിപ്പുകളായി ഇട്ടിട്ട് പോരുന്ന അംഗവസ്ത്രങ്ങളിലും തുവാലകളിലും വിശ്വാസത്തിന്റെ രോഗശമനത്തിന്റെ ഒരു ശക്തി ദൈവം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഈ 8 ദിവസത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ ഒന്ന് രോഗസൗഖ്യത്തിനായിട്ട് പണിപ്പെടുന്ന വൈദ്യമേഖലകളിലെയും വൈദ്യന്മാരെയും നേഴ്സുമാരെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ദിനമായി മാറ്റണം എന്ന് അത്യുന്നത കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് ഈ 8 നോമ്പിന്റെ ആമുഖ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ദൈവം സൗഖ്യം നൽകുന്ന ദൈവമാണ്. അത് ഒരു വചനത്താൽ സൗഖ്യം നൽകിയ ഒട്ടേറെ കഥകൾ, സംഭവങ്ങൾ ബൈബിളിലുണ്ട്. തുപ്പലുകൊണ്ട് ചെളിയുണ്ടാക്കി കണ്ണിൽ സ്പർശിച്ച് കുരുടന് സൗഖ്യം നൽകിയതിൻ്റെയും യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ച രക്തസ്രാവി സ്ത്രീയുടെയും അത്തിയട കൊണ്ട് സൗഖ്യം നൽകിയ ചരിത്ര സംഭവങ്ങളുടെയും അംഗവസ്ത്രങ്ങൾ കൊണ്ടുപോയി വെച്ച് സൗഖ്യം നേടിയതിൻ്റെയും നിഴലടിച്ച് സൗഖ്യം നേടിയതിൻ്റെയും ചരിത്രം ബൈബിളിലുണ്ട്. ഈശോ സുവിശേഷത്തിൽ വീണ്ടും പറയുന്നുണ്ട്, രോഗികൾക്ക് വൈദ്യനെ ആവശ്യമാണ്. ദൈവസൃഷ്ടിയിൽ മറ്റ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്നത് അവനെപ്പോഴും അവന്റെ ജീവിതത്തിന്റെ മേൽ ഒരു സുരക്ഷ കാണുന്നുണ്ട്. മൃഗങ്ങൾ കുഞ്ഞുങ്ങളെ പെറ്റിടുന്നു. നിമിഷ നേരം കൊണ്ട് അതിൻ്റെ കൈകാലുകൾ ശക്തി പ്രാപിച്ച് അതിൻ്റെ ഉപജീവനത്തിന്റെ മാർഗം അത് തേടുകയാണ്. അവർക്ക് രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ സ്ഥലമില്ല, അതുങ്ങളെ കൊണ്ടുപോകാനും ഇടങ്ങളില്ല. മനുഷ്യൻ അവന്റെ ജനനം മുതൽ മരണം വരെ വൈദ്യം അവന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഭാരതത്തിൽ പഞ്ചാബ് ഒഴിച്ച് ബാക്കി ഇടങ്ങളിലെല്ലാം ഒരു ഭവനത്തിലെ ഏറ്റവും ഉയർന്ന മാർക്കുള്ള കുട്ടികൾ ഡോക്ടറാകാൻ, വൈദ്യരാകാൻ ആഗ്രഹിക്കുന്നു.
മുന്തിയ ഹോസ്പിറ്റലുകൾ നമ്മൾ വസിക്കുന്ന ഇടങ്ങളിൽ ഉണ്ട്. സൗഖ്യത്തിനായി മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. കോവിഡിന്റെ ഈ കാലഘട്ടത്തിൽ ആകുലതകളുടെ നിമിഷങ്ങൾ മനുഷ്യനെ വേട്ടയാകുമ്പോഴും വൈദ്യശാസ്ത്രത്തിന് ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങൾ ലോകചരിത്രത്തിൽ രോഗശമനത്തിന് കാരണമായിട്ടുണ്ട്. 1741, 1823 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന എഡ്വാർഡ് ജെന്നർ എന്ന് പറയുന്ന ഒരു വൈദ്യ ഡോക്ടറാണ് ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി, പ്രതിരോധത്തിന് മരുന്ന് കണ്ടെത്തിയത്. ആദ്യം ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു പകർച്ചവ്യാധി വസൂരി എന്ന് മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന സ്മോൾ പോക്സ് ആയിരുന്നു. 1798 ഒരു പുസ്തകത്തിലൂടെ അതിനൊരു വാക്സിൻ ഉണ്ട് എന്ന് എഡ്വാർഡ് ജെന്നർ പ്രഖ്യാപിച്ചു. ഈ രോഗത്തിന് കാരണമായി തീരുന്നത് പശുക്കറവയിൽ ഏർപ്പെട്ടിരുന്ന സാറ നെൽമസ് എന്ന് പറയുന്ന ഒരു കുടുംബിനിക്ക് ഒരു രോഗം പ്രത്യക്ഷപ്പെട്ടു. അത് അവളിൽ നിന്നും പകർച്ചവ്യാധിയായി അവളുടെ ഭർത്താവ് ജെയിംസ് ഫിലിപ്പിലേക്ക് വഴിമാറി. ആ കുടുംബത്തിലെ മറ്റു കുഞ്ഞുങ്ങളിലേക്കും വഴിമാറി. അത് അയൽവാസികളിലേക്കും പിന്നീട് പടർന്നു പന്തലിച്ച് ലോകം മുഴുവനും വസൂരി ഒരു പകർച്ചവ്യാധിയായി, വൈറസ് ബാധയായി മാറിയപ്പോൾ അതിന് ഒരു തടയിടുവാൻ ലോകത്തിന് ദൈവം നൽകിയ ഒരു ഡോക്ടറാണ്, ശാസ്ത്രജ്ഞനാണ് എഡ്വാർഡ് ജെന്നർ. അദ്ദേഹം ആദ്യമായി ഈ വാക്സിൻ ലോകത്തിന് സമ്മാനിക്കുന്ന സമയത്ത് പറഞ്ഞു, ഈ വാക്സിൻ കൊണ്ട് ഒരിക്കലും വൈറസ് രോഗങ്ങൾ അസ്തമിക്കില്ല. ഇതിലും കൂടിയ വൈറസ് രോഗങ്ങൾ ലോകത്ത് കാലാകാലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മനുഷ്യനെ കീഴ്പ്പെടുത്തിയ വലിയൊരു രോഗം കോളറയായിരുന്നു. ഫ്രാൻസിൽ ഒരു ശാസ്ത്രജ്ഞനെ, ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനെ അതിന് വാക്സിൻ കണ്ടെത്തുവാൻ ദൈവം തിരഞ്ഞെടുത്തു. ടെറ്റനസ് എന്ന് പറയുന്ന ഒരു വലിയ വൈറസ് ബാധ ജർമ്മനിയിൽ നിന്നും ഇമെയിൽ അഡോൾഫ് വോൺ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ 1898 ദൈവം ലോകത്തിന് സമ്മാനിച്ചു. പിന്നീട് മനുഷ്യൻ ഭയപ്പെട്ടിരുന്ന ഒരു വലിയ വൈറസ് രോഗം ക്ഷയമായിരുന്നു. ഫ്രാൻസിൽ നിന്നും ആൽബർട്ട് കാഡ്മെറ്റ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ 1922 അതിന് വാക്സിൻ കണ്ടെത്തി. പോളിയോ ബാധ അതിന് ശമനത്തിനായി കണ്ടുപിടുത്തങ്ങളിലേക്ക് ദൈവം തിരഞ്ഞെടുത്തത് ജോണസി സാൽക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനെയാണ്. ലോകചരിത്രത്തിൽ ഇത് മറക്കാനാവാത്ത ഒരു ചരിത്ര സംഭവത്തിന് പോളിയോ കാലഘട്ടം സാക്ഷിയാണ്. അമേരിക്കയിലെ ടെന്നീസ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ സെന്റ് ബെത്ലഹേം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പുകയിലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു കുടുംബനാഥന് 22 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിൽ 20ാമത്തെ കുഞ്ഞായി ജനിച്ച ആളാണ് വിൽമ റുഡോൾഫ്. ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന വൈറസ് ബാധയിൽ ഇവൾക്ക് പോളിയോ ബാധിച്ചു. പോളിയോയ്ക്കായി ജോണസി സാൾക്ക് കണ്ടെത്തിയ വാക്സിൻ ഇവളിൽ പരീക്ഷിച്ചു. അവളുടെ കാലുകൾക്ക് ബലം വയ്ക്കുവാനായി കൃത്രിമമായ ബലം നൽകുന്ന കാലുകൾ അവളുടെ കാലിനോട് ചേർത്ത് വെച്ചു. അവൾക്ക് വലിയൊരു ആഗ്രഹം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അവളുടെ അമ്മ അവളെ ആ ദേശത്തുണ്ടായിരുന്ന ഒരു പള്ളിയിൽ കൊണ്ടുപോയി എന്നും പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. അവൾ ആദ്യമായി കൃത്രിമ കാലുകൊണ്ട് നടന്നു പോയത് അവളുടെ ഇടവക പള്ളിയിലേക്കാണ്. അവളുടെ ജീവിതത്തിന്റെ വലിയ ഒരു ആഗ്രഹം, ഈ വൈറസ് ബാധയിൽ നിന്നും എനിക്ക് ഉയർത്തെഴുന്നേറ്റ് എനിക്ക് ലോകചരിത്രത്തിൽ സ്ഥാനം പിടിക്കണം. അവളുടെ ആഗ്രഹം അവളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് പറഞ്ഞു. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും വൈദ്യത്തിലൂടെയും
സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അവളുടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഓടുവാൻ പരിശീലിച്ചു. 1960 റോമിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ അന്നുവരെ ലോക ചരിത്രത്തിൽ കാണാത്ത വിധത്തിൽ അവളുടെ 20-ാമത്തെ വയസ്സിൽ 100 മീറ്റർ 200 മീറ്റർ ഇനങ്ങളിൽ വേഗതയുടെ റാണിയായി അവൾ മാറ്റപ്പെട്ടു. ലോകം മുഴുവനും വിൽമ റുഡോൾഫ് എന്ന പേര് അവളുടെ ജീവചരിത്രത്തിൽ പോളിയോയെ അതിജീവിച്ച് ലോകചരിത്രത്തിൽ സാക്ഷിയായതിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. പിന്നീട് അവൾ ഒരു സ്കൂളിൽ ടീച്ചറായും ഓട്ടത്തിന്റെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു അധ്യാപികയായും അവളുടെ ശിഷ്ടജീവിതം മുഴുവനും മാറ്റിവെച്ചു എന്ന് ചരിത്രം സാക്ഷിക്കുകയാണ്. ദൈവം ചില വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്ത് ചില വ്യക്തിത്വങ്ങളെ ഉയർത്തുവാൻ അനുഗ്രഹത്തിന്റെ കാരണമായി തീരുന്നു. മെനിഞ്ചൈറ്റിസിന്, വില്ലൻ ചുമയ്ക്ക്, ആന്ത്രാക്സിന്, കുഷ്ഠരോഗത്തിന്, H1, HB, HC തുടങ്ങിയ മഞ്ഞപ്പിത്ത രോഗങ്ങൾക്ക്, ഇൻഫ്ലുവൻസയ്ക്ക്, മന്തിന്, ചൂടുപനിക്ക്, യെല്ലോ ഫീവർ എന്ന് വിശേഷിക്കപ്പെടുന്ന വൈറസ് രോഗത്തിനൊക്കെ ലോകചരിത്രത്തിൽ വാക്സിനുകൾ കണ്ടെത്താൻ ഇടവന്നു. ലോകജനതയെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച 50 മില്യൺ ജനങ്ങളെ കൊന്നൊടുക്കിയ സ്പാനിഷ് ഫ്ലൂ 1918-20 കാലഘട്ടങ്ങളിൽ ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് സ്പെയിനിൽ പടർന്നു പിടിച്ച് അത് ലോകരാഷ്ട്രങ്ങളിലേക്ക് വഴിമാറി. പരിപൂർണമായ ഒരു സൗഖ്യത്തിനുള്ള വാക്സിനുകൾ കണ്ടെത്താൻ ഇടവന്നു. എന്നാൽ ഇന്നും വാക്സിനുകൾ കണ്ടെത്താത്ത ചില വൈറസ് രോഗങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എയ്ഡ്സ് രോഗത്തിന് 35 മില്യൺ ജനങ്ങളെ വെസ്റ്റ് ആഫ്രിക്കയിലും ഒക്കെയായി കൊന്നൊടുക്കിയ ഒരു വൈറസ് രോഗം. ആഫ്രിക്കയിൽ രൂപമെടുത്ത എബോള എന്ന് പറയുന്ന ഒരു വൈറസ് രോഗം 2018 കേരളത്തിൽ നിപ്പ എന്ന പേരിൽ ഒരു വൈറസ് രോഗം 268 പേർക്ക് അത് പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും 17 പേർ രോഗത്തിൽ മരിക്കപ്പെട്ടു. ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന രോഗം കേരള ജനതയെ പിടികൂടിയെങ്കിലും ഒരുപറ്റം ജനങ്ങൾ ദൈവാശ്രയത്തിലും വാക്സിനിലും സൗഖ്യം കണ്ടെത്താനായിട്ട് ഇടവന്നു. 2019 കൊറോണയുടെ ഒരു കാലഘട്ടമായി ചൈനയിൽ രൂപപ്പെട്ട ഈ രോഗം ഇന്ന് ലോകജനതയെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ഇന്നുവരെയുള്ള കണക്കനുസരിച്ച് 213 രാജ്യങ്ങളിൽ 8,83,744 പേര് ഈ രോഗത്താൽ വലഞ്ഞിരിക്കുന്നു. 8,83,744 പേര് ഇതിൽ മരണമടഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 2,70,00,000 വൈറസ് ബാധകൾ 213 രാജ്യങ്ങളിലായി വ്യാപരിച്ചിട്ടുണ്ട്. 1,91,00,000 ആൾക്കാർ ഇതിൽ നിന്ന് മുക്തി നേടിയതായിട്ട് കണക്കുകളുണ്ട്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ലോകചരിത്രത്തിൽ മനുഷ്യന്റെ ജീവന്റെ സംരക്ഷണത്തിനായിട്ട് ദൈവം വാക്സിനുകൾ നൽകുവാൻ ചില ശാസ്ത്രജ്ഞരെ, വൈദ്യശാസ്ത്രത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ചില വ്യക്തിത്വങ്ങളിലൂടെ വലിയ വ്യക്തികൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനും അവരെ കരുപ്പിടിപ്പിക്കാനും ഇടവന്നിട്ടുണ്ട്. വൈദ്യശാസ്ത്രത്തിലൂടെ ലോകജനതയ്ക്ക് വഴികാട്ടിയായ എല്ലാ ഡോക്ടർമാരെയും, നാട്ടുവൈദ്യന്മാരെയും, ആയുർവേദ ഡോക്ടർമാരെയും, ഹോമിയോപ്പതി ചികിത്സാ രംഗത്തുള്ളവരെയും, ഇംഗ്ലീഷ് മെഡിസിനിൽ അവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച് മനുഷ്യജീവനെ ബലപ്പെടുത്താൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങളെ ഇന്ന് ഈ ആരാധനയിൽ തിരുസാന്നിധ്യത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ശുശ്രൂഷ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്ന നേഴ്സുമാര്,
അവർ മനുഷ്യജീവന്റെ നിലനിൽപ്പിനായി രാപകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു സമയമാണിത്. ലോകചരിത്രത്തിൽ എന്നും ഒളിമങ്ങാതെ നിൽക്കുന്ന പവിത്രമായ നേഴ്സിംഗ് ശുശ്രൂഷയുടെ ഒരു സാന്നിധ്യം ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് പറയുന്ന നേഴ്സാണ്. 1820 1910 വരെയുള്ള 90 വർഷക്കാലം അവളുടെ ജീവിതം ഇറ്റലിയിലെ ഫ്ലോറൻസിൽ അവൾ ഒരു നേഴ്സായി കാഴ്ചവെച്ചു. ലേഡി വിത്ത് ദ ലാംപ് എന്ന പേരിലാണ് അവൾ അറിയപ്പെടുക. 1854 മുതൽ 56 വരെ ക്രിമിയൻ യുദ്ധം എന്ന പേരിൽ റഷ്യയും സഖ്യകക്ഷികളായ ബ്രിട്ടൻ, ഫ്രാൻസ്, ഓട്ടോമാൻ എംപയർ എന്നീ രാജ്യങ്ങളുമായിട്ട് ഒരു യുദ്ധമുണ്ടായി. അതിനൊരു ക്രൈസ്തവ പശ്ചാത്തലമുണ്ടായിരുന്നു. ഇറ്റലിയിൽ വസിച്ചിരുന്ന ക്രിസ്ത്യാനികള് കുറെ പേർ റഷ്യയുമായി ചേർന്ന് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ റഷ്യയോട് ചേർന്നപ്പോൾ കത്തോലിക്ക സഭ ഫ്രാൻസിനോട് ചേർന്നു. ഈ ഓർത്തഡോക്സ് ഈസ്റ്റേൺ സഭയിലെ അംഗങ്ങൾ അധിവസിച്ചിരുന്ന ക്രിമിയൻ ദ്വീപ് അത് റഷ്യയ്ക്ക് കിട്ടണം എന്ന് അവിടുത്തെ രാഷ്ട്രത്തലവന്മാർ വാശി പിടിച്ച സമയത്ത് ഓട്ടോമാൻ ചക്രവർത്തിമാർ അന്ന് അതിനെതിരെ ഒരു യുദ്ധത്തിന് തയ്യാറായി. ആ യുദ്ധത്തിൽ 1,43,000 പടയാളികൾ ഇരുഭാഗത്തു നിന്നുമായി മരിച്ചതായും 80,000 പേർക്ക് പരിക്കുപറ്റി അവരെ ശുശ്രൂഷിക്കാനായി ഫ്ലോറൻസിലെ ഒരാശുപത്രി അതിന് സങ്കേതമായി. 2 സൈനിക പക്ഷത്തുമുണ്ടായിരുന്ന പട്ടാളക്കാരെ ശുശ്രൂഷിക്കുന്നതിൽ നേതൃസ്ഥാനത്ത് നിന്ന ഒരു നേഴ്സാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് പറയുന്ന ഈ പെൺകുട്ടി. അവളുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഓരോ രോഗികളുടെയും മുറിവേറ്റവരുടെയും കിടക്കുകളിൽ ചെന്ന് രോഗങ്ങൾ അന്വേഷിച്ച് അവളുടെ റൂമിലേക്ക് തിരിച്ചു പോരുന്ന സമയത്തും ഓരോ രോഗിയും സുഖപ്പെടുത്തുന്നതുവരെ അവരെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ പേറി അവരുറങ്ങുന്ന സമയത്ത് കയ്യിൽ കത്തിച്ച ഒരു തിരിയുമായി അവരുടെ ആരോഗ്യം നോക്കുവാൻ ആ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടെ ചെന്നുകൊണ്ടിരുന്നു. അവൾക്ക് പകരക്കാരായി വരുന്ന നേഴ്സുമാരോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് ജീവിതം മുഴുവനും നല്ലൊരു ശുശ്രൂഷയിലൂടെ ദൈവത്തിന് തന്നെ ജീവിച്ച് ഏറെ പേർക്ക് സഭയ്ക്കും കൊണ്ടുവരുവാൻ തൻ്റെ കൈപുണ്യത്തിലൂടെ ശുശ്രൂഷയിലൂടെ ആയ ആ സ്ത്രീ നേഴ്സുമാർക്ക് ഒരു മാതൃകാ സ്ത്രീയായി ഇന്ന് നിലകൊള്ളുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നേഴ്സുമാർ ഏറെ പേരെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങളും ഹൈന്ദവ കുടുംബങ്ങളും ഒക്കെ അറിയപ്പെടുന്നത് ഈ ശുശ്രൂഷയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സമർപ്പണത്തിൻ്റെ പേരിലാണ്. ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിന് നൽകുന്ന വലിയൊരു അംഗീകാരം ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് ഏറ്റുവാങ്ങാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് സമർപ്പിക്കാം. അവരുടെ ശുശ്രൂഷകളെ ദൈവം വിലമതിക്കട്ടെ. രോഗികൾക്ക് വൈദ്യനെ ആവശ്യമാണ്. രോഗശുശ്രൂഷയ്ക്കായിട്ട് സൗഖ്യത്തിനായിട്ട് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ദൈവമേ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു വാക്സിൻ കണ്ടെത്തുന്നതുവരെ അവരുടെ ജീവനെ നീ കാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് അത്യുന്നത കർദിനാൾ ആലഞ്ചേരി പിതാവിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥം തേടി ഇന്നത്തെ ജപമാലയിൽ ആതുര ശുശ്രൂഷ രംഗത്തെയും അവിടെ ജോലി ചെയ്യുന്നവരെയും ഇന്ന് രോഗികളായിട്ട് ആശുപത്രികളിലുമൊക്കെ കഴിയുന്ന കോവിഡ് രോഗികളെ പ്രത്യേകമായി സമർപ്പിച്ച് ദൈവമേ സുഖപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, നിസ്സാദരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട്
പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീഡ സഹിച്ച് മരിച്ചതിന്റെ മൂന്നാം നാൾ ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ തന്റെ ഉയർപ്പിന്റെ ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തന്റെ ദിവ്യമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. സ്വസ്തി നന്മ പൂരിതേ, നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ, നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ, നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ, നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ, നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ, നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ, നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ, നിന്നോട് കൂടെ നാഥനും
സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനീശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോട് കൂടി നാഥനും, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനീശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോട് കൂടി നാഥനും, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനീശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. താതനും സപുത്രനും തൻ പാവനാത്മനും മുതാ സ്തോത്രമേകിടുന്നു നിത്യകാലവും നമോസ്തുതേ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സെഹിയോനൂട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിന്റെ മേലും സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞവളേ, മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണമേ. തായേ നീ എന്നെന്നും മൃത്യുവിൽ നേരത്തും. നന്മ നിറഞ്ഞവളേ, മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ. തായേ നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നന്മ നിറഞ്ഞവളേ, മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ. തായേ നീ എന്നെന്നും മൃത്യുവിൽ നേരത്തും. നന്മ നിറഞ്ഞവളേ, മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ. തായേ നീ എന്നെന്നും മൃത്യുവിൽ നേരത്തും. നന്മ നിറഞ്ഞവളേ, മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ. തായേ നീ എന്നെന്നും മൃത്യുവിൽ നേരത്തും. നന്മ നിറഞ്ഞവളേ, മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും
പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൽ നേരത്തും. നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൽ നേരത്തും. നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൽ നേരത്തും. നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൽ നേരത്തും. നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൽ നേരത്തും. നിത്യപിതാവിനും സുതനും റോഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5-ാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തന്റെ ദിവ്യകുമാരനാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞവരേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസേമാർ, പൗലോസേമാർ, യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാവേ മാതാവേ കൃപയേറുമംബികയെ, നീയല്ലോ എന്നെന്നും സങ്കേതം നൽകുന്നു. മാതാവേ മാതാവേ കൃപയേറുമംബികയെ, നീയല്ലോ എന്നെന്നും സങ്കേതം നൽകുന്നു. അമലോത്ഭവയായി സ്ത്രീകളിലേറ്റവും ഉന്നതയായി, കനിവിൻ നിറവായി മാനവനെന്നും തണലായി, എന്നും തുണയായി. സ്നേഹനാഥേ നിൻ സഹായം തേടി വരുന്നു ഞങ്ങൾ. സ്നേഹനാഥേ നിൻ സഹായം തേടി വരുന്നു ഞങ്ങൾ. മാതാവേ മാതാവേ കൃപയേറുമംബികയെ, നീയല്ലോ എന്നെന്നും സങ്കേതം നൽകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം പ്രത്യേകമായി നമ്മുടെ ആരാധനയിൽ നമ്മുടെ ജീവൻ്റെയും നമ്മുടെ മരണത്തിൻ്റെയും കർത്തനായ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യത്തിന് മുൻപിൽ നമ്മുടെ ആശുപത്രികളെയും ഡോക്ടർമാരെയും നേഴ്സുമാരെയും രോഗികളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമുക്ക് പ്രത്യേകമായി നമ്മുടെ രോഗാവസ്ഥയിൽ നമ്മളെ ചികിത്സിച്ചിട്ടുള്ള ഡോക്ടർമാരുണ്ട്. ഈ നാളുകളിൽ നമ്മൾ ആശ്രയിക്കുന്ന ഡോക്ടർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, സാമൂഹ്യ സേവ പ്രവർത്തകരുണ്ട്.
അവരെല്ലാം തിരുസാന്നിധ്യത്തിന് മുമ്പിൽ സമർപ്പിച്ച് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനായി ദൈവത്തെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ പരിചരിച്ചു എന്നും എൻ്റെ ഏറ്റവും വലിയ സഹോദരരിൽ ഒരുവന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെ അത്രേ ചെയ്തു തന്നത് എന്നും അരുളി ചെയ്ത കർത്താവേ, രോഗങ്ങളിലും വേദന അനുഭവിക്കുന്നവരിലും അങ്ങയെ ദർശിക്കുവാനും സ്നേഹപൂർവം അവർക്ക് സേവനം ചെയ്യുവാനും ആവശ്യമായ ത്യാഗമനോഭാവവും സേവന സന്നദ്ധതയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സേവന രംഗങ്ങളിൽ ഞങ്ങളുമായി ഓരോ തരത്തിൽ ബന്ധപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല വിധങ്ങളുള്ള സഹനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഗ്രഹത്തിന്റെ അവസരങ്ങളായി കരുതി സന്തോഷപൂർവ്വം അവയെ സ്വാഗതം ചെയ്യുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ എളിയ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെ അത്രേ ചെയ്തു തന്നത് എന്നരുളി ചെയ്ത കർത്താവെ, പാവപ്പെട്ടവരിൽ ദൈവത്തെ കാണുവാനും സന്തോഷപൂർവ്വം അവർക്ക് സേവനം ചെയ്യുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല സമരിയാക്കാരന്റെ ഉപമാരുളി ചെയ്തുകൊണ്ട് ശത്രുമിത്ര ഭേദമന്യേ സേവനം ചെയ്യണമെന്ന് പഠിപ്പിച്ച കർത്താവെ, എല്ലാവരും ദൈവപിതാവിന്റെ മക്കളാണെന്നും പരസ്പരം സഹോദരങ്ങളാണെന്നുമുള്ള അവബോധത്തോടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അന്വേഷിച്ച് നന്മ ചെയ്യുവാനുള്ള സന്മനസ്സും ത്യാഗമനോഭാവവും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനം കൊണ്ടുകൂടിയാകുന്നു ജീവിക്കുന്നത് എന്നരുളി ചെയ്ത കർത്താവെ, ശരീരത്തിനടുത്ത സേവനങ്ങളോടൊപ്പം ആത്മാവിനടുത്ത ഉപകാരങ്ങളും ചെയ്തു കൊടുക്കുവാനും എല്ലാവരെയും സ്നേഹപൂർവ്വം അങ്ങേ പക്കലേക്ക് ആനയിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അന്ധകാരമുള്ളിടത്ത് പ്രകാശവും വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും നൽകുവാനും നിരാശയിൽ നിബന്ധിച്ചവർക്ക് പ്രത്യാശയും ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആനന്ദവും നൽകുവാനുള്ള കഴിവും സന്മനസ്സും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എനിക്ക് ഭൂമിയെ നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ നിങ്ങളുടെ കാലുകളും ആശീർവദിക്കുവാൻ കരങ്ങളും പാപങ്ങളെ ദയാവായ്പോടെ കടാക്ഷിക്കുവാൻ കണ്ണുകളും അവരോട് ആശ്വാസവാക്കുകൾ ഉച്ചരിക്കുവാൻ നാവുകളും നൽകണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്ന കർത്താവെ, മറ്റുള്ളവർക്കായി ഞങ്ങളുടെ എല്ലാ കഴിവുകളും വിനിയോഗിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ, പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. മുള്ളുകളും മുൾച്ചെടികളും
നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മത്യനോ മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദ്രവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ. മരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ.